അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, ഉപ്പമാരോട് പറയുന്നു, എത്ര പ്രായം ചെന്ന ബാപ്പയാണെങ്കിലും ബാപ്പാന്റെ സംസാരം ചിലപ്പം പ്രായം കൂടുന്നതിനനുസരിച്ച് ചിലപ്പോൾ നിന്റെ ജനറേഷന് പറ്റുന്ന രൂപത്തിലായിക്കൊള്ളണം എന്നില്ല. ആധുനിക യുഗത്തിലുള്ള നിന്റെ വലിയ ശാസ്ത്രവും വലിയ സാഹിത്യവും ബാപ്പന്റെ വായിലുണ്ടായിക്കൊള്ളണം എന്നില്ല. പുതിയ കാലത്തോട് യോജിക്കുന്ന ശൈലി ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പുതിയ കാലത്തോട് യോജിക്കുന്ന രൂപത്തിലുള്ള സംസാരമായിക്കൊള്ളണം എന്നില്ല. ഇതിന്റെ പേരിൽ ന്യൂ ജനറേഷനായ ഞങ്ങളെ പരിഗണിക്കാൻ അറിയാത്ത ബാപ്പയാണെന്ന പേരിൽ, ന്യൂ ജനറേഷന്റെ മനസ്സ് തിരിച്ചറിയാൻ കഴിയാത്ത ഉമ്മയാണെന്നതിന്റെ പേരിൽ ഉമ്മനെ നിസാരപ്പെടുത്തിയാൽ, ബാപ്പനെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് വളരെ കൃത്യമായ വാക്കാണ്. ഹുമാ ജന്നതുക വനാറുക, മോനെ ആ ഉമ്മയാണ്, ബാപ്പയാണ് നിന്റെ സ്വർഗവും നരകവും തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ബാപ്പന്റെ പൊരുത്തക്കേട് സംഭവിക്കുന്ന ഒരു സംസാരം, ബാപ്പക്ക് മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക്, ഉമ്മാക്ക് മനസ്സ് വേദനിക്കുന്ന ഒരു വാക്ക്, അത് ഭാര്യനെ തൃപ്തിപ്പെടുത്താനാണെങ്കിൽ പോലും നമ്മളെ നാവ് കൊണ്ട് സംസാരിച്ചുകൂടാ.